ബോസിലെ ഫസ്റ്റ് വീക്കിലെ വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ വോട്ടിംഗ് നിലവാരം എന്താണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ വൈകുന്നേരം 5 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കും. അപ്പോൾ ഇപ്പോൾ വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രേണുസുതിയാണ്. ഇത്രയും നേരം അനുമോളായിരുന്നു, ഇന്ന് രാവിലെ വരെ അനുമോളായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് വന്നതിന് ശേഷം രേണുസുതി അനുമോളെയും പിന്തള്ളി ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ രേണുസുതിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 27,100 വോട്ടാണ് നിലവിൽ ഇപ്പോൾ രേണുസുതിക്ക് കിട്ടിയിരിക്കുന്നത്. രേണുവാണ് ഇപ്പൊ നിലവിൽ ഒന്നാം സ്ഥാനം കീപ്പ് ചെയ്യുന്നത്. അടുത്തൊരു വോട്ടിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അനുമോളാണ്. രേണുസുതി കയറിയതോടെ അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 25,835 വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത്. അനുമോളാണ് ഇപ്പൊ നിലവിൽ രണ്ടാം സ്ഥാനം കീപ്പ് ചെയ്യുന്നത്. അടുത്തൊരു വോട്ടിംഗ് മൂന്നാം സ്ഥാനത്തുള്ളത് ജിസയിലാണ്. ജിസയിൽ കിട്ടിയിരിക്കുന്ന വോട്ട് 19,222 വോട്ടാണ് ജിസയിൽ കിട്ടിയിരിക്കുന്നത്. ജിസയിലാണ് ഇപ്പൊ നിലവിൽ മൂന്നാം സ്ഥാനം കീപ്പ് ചെയ്യുന്നത്. അടുത്തത് വോട്ടിംഗിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ട് 12,844 വോട്ടാണ് ആര്യന് കിട്ടിയിരിക്കുന്നത്. ആര്യനാണ് ഇപ്പൊ നിലവിൽ നാലാം സ്ഥാനം കീപ്പ് ചെയ്യുന്നത്. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത തുടക്കത്തിലേക്ക് ആര്യന് നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താരതമ്യേന വോട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു വോട്ടിംഗിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. നെവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വോട്ട് 3,833 വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത്. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ബുധനാഴ്ച വരെയൊക്കെ, അതായത് തിങ്കളാഴ്ച വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ബുധനാഴ്ച വരെയൊക്കെ നെവിൻ 8ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ കയറി വന്ന് 5ാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നെവിൻ കുറച്ച് ആക്റ്റീവ് ആണ്, കുറച്ചധികം ഹ്യൂമർ സെൻസോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും വോട്ട് കിട്ടി കയറി വരുന്നുണ്ടാവുക. അപ്പോൾ നെവിനാണ് ഇപ്പൊ നിലവിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അടുത്തത് വോട്ടിംഗിൽ 6ാം സ്ഥാനത്തുള്ളത് ശൈത്യയാണ്. ശൈത്യക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 3,473 വോട്ടാണ് ശൈത്യക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് വോട്ടിംഗിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് രഞ്ജിത്താണ്. രഞ്ജിത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് 3,020 വോട്ടാണ് രഞ്ജിത്തിന് കിട്ടിയിരിക്കുന്നത്. രഞ്ജിത്താണ് ഇപ്പൊ നിലവിൽ 7ാം സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ ഇപ്പോ വോട്ടിംഗിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശാരികയാണ്. ശാരിക കിട്ടിയിരിക്കുന്ന വോട്ട് 2,600 വോട്ടാണ് ശാരിക കിട്ടിയിരിക്കുന്നത്. ശാരികയാണ് ഇപ്പൊ നിലവിൽ വോട്ടിംഗിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ തുടക്കത്തിലൊക്കെ 5ാം സ്ഥാനത്തായിരുന്നു ശാരിക നിന്നുകൊണ്ടിരുന്നത്. പിന്നീട് ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ശാരിക ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ എപ്പിസോഡുകളൊന്നും ശാരിക അധികം കാണാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 8ാം സ്ഥാനത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള 4 പേരുണ്ട്. 4 പേരും ഡേഞ്ചർ സോണിലാണ്. കാരണം ഇവർക്ക് 4 പേർക്കും നല്ല രീതിയിൽ വോട്ട് കുറവുണ്ട്. അപ്പോൾ നമ്മൾ വോട്ടിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാരികയോ രഞ്ജിത്തോ തന്നെ ആയിരിക്കും മിക്കവാറും മാക്സിമം പുറത്തു പോകാനുള്ള സാധ്യതയുള്ളത്. ഇനി ഒരു പക്ഷേ ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ ആരെയും പുറത്താക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ വന്നിട്ടുള്ള ഈ ആൾക്കാരെ തന്നെ അടുത്ത നോമിനേഷനിലേക്ക് കൂടി ആഡ് ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു വീക്ക് കൂടി നോക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ കൊടുക്കാം. ഓക്കെ, അത് വെറും സാധ്യത മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് വോട്ടിംഗ് നിലവാരങ്ങൾ. അപ്പോൾ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.